അതുകൊണ്ട് മറ്റുള്ളവരുടെ ഗെയിമോ ഇല്ല പ്ലാൻസോ എഫക്റ്റ് ചെയ്യുമെന്ന് എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. സോ അതുകൊണ്ട് അപ്സര ചേച്ചി ഞാൻ പറയും. ഈ വീട്ടിൽ ഞാൻ ഒട്ടും എത്താൻ ആഗ്രഹിക്കാത്തൊരു പൊസിഷൻ ജാസ്മിൻ നിൽക്കുന്ന പൊസിഷനാണ്. ജാസ്മിൻ ഈസ് എ വെരി ഗുഡ് ഗെയിമർ. ഇപ്പോൾ 1-2 പേരുണ്ട് 23 വയസ്സുള്ളത്. വൺ ഓഫ് ദ യങ്ങസ്റ്റ് കണ്ടസ്റ്റൻ്റ് ആണ് ജാസ്മിൻ. പക്ഷേ അവളെ കാണുമ്പോൾ ഉള്ള അവളുടെ പക്വത അല്ലെങ്കിൽ അവൾക്ക് പ്രായത്തിൽ കവിഞ്ഞ പക്വത ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും അവളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് കുറച്ച് ഹൈ ബാറാണ്. പക്ഷേ ആ ഒരു ഏജ് ഇതിൽ അത്രയും എക്സ്പെക്റ്റേഷൻസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും അയാൾ തളർന്നു പോകും. ആസ് എ ക്യാപ്റ്റൻ ഓൾസോ ജാസ്മിനെ കാണുന്നത് ക്യാപ്റ്റനായിട്ടല്ല ജാസ്മിനായിട്ടാണ്. ആ പൊസിഷന് വേറെ ആര് വന്നാലും കൊടുക്കുന്ന റെസ്പെക്റ്റ് പല കാര്യങ്ങളിലും ജാസ്മിന് കിട്ടുന്നുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അങ്ങനെ പല അവസരങ്ങളിലും ഒരു ബോഡി ലാംഗ്വേജിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ പേരിലോ അല്ലെങ്കിൽ സംസാരിക്കുന്ന ശൈലിയുടെ പേരിലോ മൊത്തത്തിൽ ജഡ്ജ് ചെയ്ത് കോർണർ ചെയ്ത് എല്ലാവരിൽ നിന്നും അകറ്റി നിർത്തി വളരെ എന്താ പറയുക അയാളോടൊരു വെറുപ്പുണ്ട് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അയാളൊരു മോശപ്പെട്ട വ്യക്തിയാണെന്ന രീതിയിൽ ചിത്രീകരിക്കുന്നത് പല അവസരങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിൽ ഞാൻ വന്ന് നിൽക്കുകയാണെങ്കിൽ എനിക്കത് അത്രയും താങ്ങാൻ പറ്റില്ല. കാരണം ഞാൻ ജാസ്മിൻ്റെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരാളല്ല മെൻ്റലി ഇമോഷണലി. ഇതാണ് എൻ്റെ റീസൺ. എനിക്ക് അപ്സരയുടെ പൊസിഷനിൽ എത്തേണ്ടെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം മറ്റുള്ളവരുടെ സ്പേസും കൂടെ ഗ്രാബ് ചെയ്യുന്ന പോലെ എനിക്ക് പേഴ്സണലി വന്ന സമയത്ത് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം വെച്ചിട്ട് മാത്രം പറയാതിരിക്കുക എന്നുള്ളത് എൻ്റെ തെറ്റായിരുന്നു. അത് എനിക്ക് തിരുത്തണം എന്ന് തോന്നിയിട്ടുണ്ട്. അത് ഞാനിവിടെ തിരുത്തുകയാണ്. അങ്ങനെയുള്ള ഒരാളെ ഫ്രണ്ട് ആക്കാൻ ഒരിക്കലും പറ്റില്ല. സോ ഐ ചൂസ് അപ്സര. ഞാൻ അൻസിബയുടെ പേരാ പറയണേ. നമ്മുടെ സ്പേസ് നമ്മൾ കണ്ടെത്തുക തന്നെ വേണം. ആരുടെ ഔദാര്യമൊന്നും അല്ല. നമ്മുടെ എല്ലാവർക്കും പ്രത്യേകിച്ച് കഴിവുള്ള ആൾക്കാർ തന്നെ